ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. ഇന്ന് മുത്തശ്ശിയുടെ ബർത്ത്ഡേ ആണ്. ഇന്ന് സ്കൂൾ അവധിയും. ഇന്നത്തെ ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം. വാ നോക്കാം ആരാണ് ആദ്യം എത്തുന്നേന്ന്. അയ്യോ, മുത്തശ്ശി എവിടെ പോയി? ഇന്ന് മുത്തശ്ശിയുടെ ബർത്ത്ഡേ അല്ലേ അങ്കിൾ? ആന്റി, ഇന്ന് എന്ത് സ്പെഷ്യൽ കേക്കാ ഉണ്ടാക്കുന്നത്? ഓ പൊന്നു മോനെ, ഇന്നൊരു സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കുന്നില്ല, ഒരു ടാസ്കാ ഉള്ളത്. എന്നാ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു ആന്റിയുടെ പാവക്കയുടെയും വെണ്ണയുടെയും കേക്ക് കഴിക്കേണ്ടി വരുമെന്ന്. ആന്റി, എനിക്കൊന്നും മനസ്സിലായില്ല. ഇന്നലെ രാത്രി 12 മണിക്ക് കേണൽ സൂര്യ നിങ്ങളുടെ മുത്തശ്ശിയെ വിഷ് ചെയ്യാനിരുന്നതാ, സർപ്രൈസ് ഗിഫ്റ്റും കൊടുക്കാനിരുന്നതാ. പക്ഷേ കേണൽ സാർ ആ സമയം കൂർക്കം വലിച്ചു കടന്നുറങ്ങുമായിരുന്നു. അത് ഞാൻ മുത്തശ്ശിയാണെങ്കിൽ രാത്രി മുഴുവൻ കാത്തിരുന്നിട്ട് രാവിലെ ദേഷ്യത്തോടെ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. ഈ കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ ചെയ്യും? നോ പാർട്ടി ടുഡേ. ഞാൻ എന്തൊക്കെ പ്ലാൻ? പാർട്ടി എന്തായാലും നടക്കും. ഈ പേപ്പറിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് മമ്മി എങ്ങോട്ടേക്കാണ് പോയതെന്ന്. അവിടെ ചെന്ന് മമ്മിയുടെ ഈ ഫേവറേറ്റ് ഗിഫ്റ്റ് കൊടുത്ത് സോറി പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരണം. വരൂ സോൾജേഴ്സ്. ഹാപ്പി, എന്താ നിന്നെ ഹെൽപ്പ് ചെയ്യണോന്നോ? ദേ ഇപ്പൊ തന്നെ വരാം. പക്ഷെ ഇതിൽ ഇത്രയല്ലേ എഴുതിയിട്ടുള്ളൂ. നീ എന്റെ മനസ്സ് വേദനിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ ചില്ല് ചെയ്യാൻ പോകുന്നു. സോറി പറയണമെങ്കിൽ എന്നെ വന്ന് കാണ്. ഇതിലെവിടെ ക്ലൂ ഉള്ളത്? ഇതേതൊരു കവിത പോലെ ഉണ്ടല്ലോ. ഞാൻ ആർമിയിലായിരിക്കുമ്പോ കുറെ സ്പൈ വർക്ക് ചെയ്തിട്ടുണ്ട്, മീശ വിരിച്ചിട്ട്. നോക്കൂ, ഈ നോട്ട് എഴുതിയിരിക്കുന്നത് ഡെറാവന മാർട്ടിന്റെ ബില്ലിന്റെ മുകളിലാണ്. വെൽ മൈ ബോയ്, എനിക്കൊന്നും മനസ്സിലായില്ല അങ്കിൾ. വീണ്ടും അത് വായിക്കൂ. ഈ കവിതയുടെ എല്ലാ വരികളുടെയും അവസാനമുള്ള വാക്കുകൾ ഒരുമിച്ച് കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് മമ്മിയും അവിടെ പോയിരിക്കുകയാണ് നമുക്ക് വേണ്ടി റിട്ടേൺ ഗിഫ്റ്റ് വാങ്ങിക്കുവാനായി. സിമ്പിൾ. വരൂ അവിടെ പോകാം, മീശ വിരിച്ചിട്ട്. പക്ഷെ അങ്കിൾ, ഞാൻ കേട്ടിട്ടുണ്ട് ഡെറാവന മാർട്ടിൽ മനുഷ്യന്മാരെ കേറ്റില്ലെന്ന്. അങ്കിൾ, ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ എങ്ങാനും ഒരു മനുഷ്യൻ വന്നാൽ അവൻ 1000 വർഷം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന്. പ്ലീസ് വേഗം ഇവിടുന്ന് പോകാം. എനിക്ക് തോന്നുന്നില്ല മുത്തശ്ശി ഇവിടെ ഉണ്ടെന്ന്. നെഗറ്റീവ് പിനാക്കി. ഞാൻ 100% പോസിറ്റീവ് ആണ്. മമ്മി ഇവിടെ എവിടെയോ ഉണ്ട്, മീശ പിടിച്ചിട്ട്. ഞാനിപ്പോ തന്നെ 1 മിനിറ്റ് കൊണ്ട് കണ്ടുപിടിച്ചു. ശ്രദ്ധയ്ക്ക് ആരും അവരവരുടെ സ്ഥാനത്ത് നിന്ന് പറന്നു പോകരുത്. ഏതൊക്കെ ഭൂതങ്ങളാണോ സെക്യൂരിറ്റി ചെക്ക് കൂടാതെ ഈ ഡെറാവന മാളിൽ കയറിയിട്ടുള്ളത്, ഞങ്ങൾ അവരെയാണ് അന്വേഷിക്കുന്നത്. ഞങ്ങൾ ഭൂതങ്ങളുടെ സെക്യൂരിറ്റി ഷീൽഡ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും മാളിൽ നിന്ന് പുറത്തേക്ക് പോകുവാൻ സാധിക്കുകയില്ല. ഓ
അയ്യോ വിട്ടുപോയി അങ്കിൾ. ഇനി എന്താ ചെയ്യാ? ഒരു നല്ല ചാരൻ അവന് സംഭവിക്കുന്ന ഏത് ബുദ്ധിമുട്ടിൽ നിന്നും സ്വയം രക്ഷപ്പെടും. കേണൽ സോറി, ഒന്ന് നിൽക്കൂ. പെട്ടെന്ന് തോന്നുന്നു. ഓ, ഇതെന്തു പറ്റി കേണൽ? ആരാണ് നിങ്ങൾ ഈ കോലത്തിലാക്കിയത്? അല്ല, ഇതാരാണ്? പിനാക്കി, ഇത് നോക്കൂ, നമ്മൾ ശരിയായ ട്രാക്കിലാണ്. രണ്ടാമത്തെ ക്ലൂവും കിട്ടിപ്പോയി. അങ്കിൾ, ക്ലൂ എവിടെ? ഇത് വെറും ഒരു ടോയ് പ്ലെയിൻ അല്ലേ? ഇത് തന്നെയാണ് ക്ലൂ. മീശ പിരിച്ചിട്ട് സോൾജിയർ, ഈ പ്ലെയിൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് മമ്മി പ്ലെയിനിൽ എവിടേക്കോ പോകുന്നുവെന്ന്. വരൂ പിനാക്കി. പക്ഷെ അങ്കിൾ, നമ്മുടെ മുത്തശ്ശി പ്ലെയിനിൽ എന്തിനാ പോകുന്നേ? മുത്തശ്ശി ഒന്ന് വിരൽ ഞൊടിച്ചാൽ എങ്ങോട്ട് വേണമെങ്കിലും പോകാലോ. അതിന് പ്ലെയിനിൽ കയറേണ്ട എന്താ ആവശ്യമുള്ളത്? ദയവായി ആരും അവരുടെ സീറ്റുകളിൽ നിന്ന് എഴുതേക്കരുത്. കൂടാതെ സീറ്റ് ബെൽറ്റ് ധരിക്കുക. മുന്നറിയിപ്പില്ലാതെ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട്. എമർജൻസി ലാൻഡിംഗ്. പണി പാളിയല്ലോ. അയ്യോ, എഴുന്നേക്ക്. അങ്കിൾ, ഇനി എന്ത് ചെയ്യാം? മുത്തശ്ശി ഫ്ലൈറ്റിൽ ഇല്ലല്ലോ. നമ്മള് പെട്ടുപോയില്ലേ? ഇവരാണെങ്കിൽ ബോധം കെട്ട് വീണു. ദേ ഇപ്പൊ പ്ലെയിൻ താഴേക്ക് പോവാ. പിന്നെ പ്ലെയിനിലുള്ളവർ നമ്മുടെ ശരിയായ രൂപം കണ്ട് എന്ത് ചെയ്യും? പ്രോബ്ലം എന്തായാലും ഉണ്ട് പിനാക്കി, മീശ പിരിച്ചിട്ട്. പക്ഷെ ശരിയായ ഒരു ചാരൻ തനിക്ക് വരുന്ന എല്ലാ പ്രോബ്ലംസും തന്റെ ബെനിഫിറ്റിനായി ഉപയോഗിക്കും. ഐഡിയ. അങ്കിൾ, ഒരു കാര്യം ചെയ്യാം. പെർഫെക്റ്റ്. ക്യാപ്റ്റൻ, നിങ്ങൾ പ്ലെയിനെ രക്ഷിച്ചു എന്നാണ് തോന്നുന്നത്. മീശ വിരിച്ചിട്ട്. ഞാനല്ല, നമ്മൾ. വൈസ് ക്യാപ്റ്റൻ. ഇനി ഞാനിത് ഓട്ടോ പൈലറ്റ് മോഡിലിടാം. അപ്പൊ കുറച്ചു കഴിഞ്ഞത് തനിയെ ലാൻഡ് ചെയ്തോളും. അപ്പൊ സോൾജർ, നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? മമ്മി അന്വേഷിച്ചാലോ? എനിക്ക് തോന്നുന്നത് മുത്തശ്ശി വീട് വിട്ട് എവിടെയും പോയിട്ടില്ലെന്നാ. അപ്പൊ ആ നോട്ട് ക്ലൂ? ചിലപ്പോ അതൊരു ക്ലൂ അല്ലെങ്കിലോ? ഇനി മുത്തശ്ശിക്ക് ഗിഫ്റ്റ് വേണമെങ്കിൽ മുത്തശ്ശി എന്തിനാ അങ്ങനെ നോട്ട്സ് എഴുതി വെക്കുന്നേ? ഇനി അങ്ങനെ എങ്ങോട്ടെങ്കിലും പോകണമായിരുന്നെങ്കിൽ ഒന്ന് വിരൽ ഞൊടിച്ചാ പോകായിരുന്നില്ലേ? പിനാക്കി, നീ പറയുന്നതിൽ കാര്യമുണ്ട്. മീശ പിരിച്ചിട്ട്. പക്ഷെ മമ്മി ഇപ്പോൾ എവിടെയായിരിക്കും? വീട്ടിൽ തന്നെ. അങ്കിൾ, എനിക്ക് തോന്നുന്നു മുത്തശ്ശി ബർത്ത്ഡേയുടെ അന്ന് സ്വന്തം ഫാമിലിയെ വിട്ടിട്ട് എങ്ങോട്ടും പോകാൻ ഇഷ്ടപ്പെടില്ലെന്ന്. വളരെ ശരിയാണ് പിനാക്കി. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തന്നെ നീ ഒരു നല്ല ചാരനായി കഴിഞ്ഞെന്നാണ്. എന്നാ പോകാം. 2 മിനിറ്റ് അങ്കിൾ. പ്ലെയിൻ ലാൻഡ് ആവുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട്. പേടിക്കേണ്ട യാതൊരാവശ്യവുമില്ല. പിനാക്കി ഒരു ഭൂതമല്ല. പിനാക്കി ഒരു ഏലിയനാണ്. ഞങ്ങൾ ഭൂതസ്ഥാനിൽ നിന്നും വന്നവരാണ്. നിങ്ങൾ എല്ലാവരും സുരക്ഷിതരാണ്. നമ്മുടെ പ്ലെയിൻ ഇപ്പോൾ ലാൻഡ് ചെയ്യും. ഞങ്ങൾ എങ്ങനെയാണത് വിശ്വസിക്കുന്നത്? നിങ്ങൾ ഏലിയൻസ് ആണെന്ന്. ടെലിപോർട്ട് ചെയ്യാൻ സാധിക്കും ഞങ്ങൾക്ക്. കാരണം പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പിനാക്കി ഒരു ഭൂതമല്ല. പിനാക്കി ഒരു ഏലിയനാണ്. ഇതൊരു
റൈസ്. ആ, മനസ്സിലായി. അതായത് എല്ലാം മുഴുവൻ എല്ലാം കാണാമെന്നല്ലേ? ശരിയാണ് പറഞ്ഞത് അങ്കിൾ. ഐ മീൻ കറക്റ്റ്. നിങ്ങളുടെ പ്ലെയിൻ ഇതാ ലാൻഡ് ചെയ്തിരിക്കുന്നു. ഗുഡ് ബൈ ഓൾ മൈ ഫ്രണ്ട്സ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതല്ലേ ഇവര് ഭൂതമൊന്നുമല്ല, ഏലിയൻസ് ആണെന്ന്. മമ്മി ഞാൻ വന്നു. ഇതെന്താ ഇവിടെ ആരുമില്ലേ? ചിലപ്പോ കിച്ചണിലുണ്ടാവും. ഇവരൊക്കെ ഇതെവിടെ പോയി കിടക്കുക മീശ പിടിച്ചിട്ട്? സോറി മമ്മി, ഇനി അങ്ങോട്ട് ഞാൻ ഒരിക്കലും മറക്കില്ല. ഹാപ്പി ബർത്ത്ഡേ മമ്മി. ചീക്കോ, നീ ഇത് തന്നെയല്ലേ എല്ലാ വർഷവും പറയുന്നത്? ഇത്തവണയും ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. തരൂ, എന്റെ ഗിഫ്റ്റ് എവിടെ? പിനാക്കേ തരൂ, മമ്മിയുടെ ഗിഫ്റ്റ് എവിടെയാ? എന്റെ കയ്യിൽ എവിടുന്ന ഗിഫ്റ്റ്? ഗിഫ്റ്റ് അങ്കിളുടെ കയ്യിലല്ലായിരുന്നോ? എന്റെ കയ്യിൽ എവിടുന്നാ? ഞാനത് നിനക്ക് തന്നിരുന്നല്ലോ. ഇല്ല അങ്കിൾ, റാപ്പ് ചെയ്തിട്ട് അങ്കിളുടെ കൈ തന്നെ ഉണ്ടായിരുന്നു. അല്ല പിനാക്കി, നിന്റെ കയ്യിൽ തന്നെയാ. അയ്യോ അങ്കിൾ, എന്റെ കയ്യിലില്ല. ഞാനത് നിന്റെ കയ്യിൽ തിരിച്ചു തന്നിരുന്നു. എന്റെ കയ്യിലിപ്പോ തന്നു. അങ്കിളുടെ കയ്യിലാണ്. നിന്റെ കയ്യിൽ എന്റെ തന്നെയായിരുന്നു. കയ്യിലില്ല അങ്കിൾ, അത് അങ്കിളുടെ കയ്യിലാണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.